ഹായ് ഫ്രണ്ട്സ്, മിനിഞ്ഞാന്ന് രാത്രി സ്ട്രോങ് ജോബ് ഡേറ്റയുടെ ബേസിൽ US മാർക്കറ്റ് ട്രെൻഡ് ചെയ്തപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് തന്നെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് ഒരു ചെറിയ വൺ ഡേ ട്രെൻഡ് എന്ന് വേണം പറയാൻ സാധിക്കും, നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ ഇന്നലെ എന്താ സംഭവിച്ചത്? വീണ്ടും ക്രൂഡ് സെർജ് ചെയ്തു. ക്രൂഡിന്റെ പ്രൈസ് സെർജ് ചെയ്തതോടുകൂടി US മാർക്കറ്റ് വീണ്ടും തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ ഇന്നലെ ഡൗ ജോൺസ് ഓപ്പണിങ്ങിന് ശേഷം ക്ലോസ് ടു 980 പോയിന്റോളം തകർന്നിട്ട് ബിറ്റ്വീൻ 750 പോയിന്റിന് അടുത്ത് വന്നിട്ടാണ് മൈനസിൽ ക്ലോസ് ചെയ്തത്. അതാണ് ഇന്നലെ US മാർക്കറ്റിൽ കണ്ടൊരു കാഴ്ച. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നെ കണക്കുള്ള ഷോർട്ട് ടൈം ട്രേഡ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഞാനൊക്കെ ഒരു 2 to 5 days ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ച് സിറ്റുവേഷൻ അവയർനെസ് ആണ് ട്രേഡ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന കാര്യം. സോ കറന്റ് സിറ്റുവേഷൻ കണക്കുള്ള നമുക്ക് ഒരു വിധത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത വല്ലാത്ത ഗ്രേവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്ന കാര്യം. അപ്പം ഇന്നലെ US മാർക്കറ്റ് ഇത്രയും തകർന്നുകൊണ്ട് തന്നെ SGX നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഒരു 150 പോയിന്റ് 160 പോയിന്റ് താത്തിയാണ് രാത്രി ക്ലോസ് ചെയ്തത്. ശരിക്കും അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സോ ഇന്നിപ്പോൾ US ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. US ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് സോഫാർ സ്റ്റഡി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇന്നലെ രാത്രിയിലത്തെ ഇമ്പാക്ട്, മൈനസ് ഇമ്പാക്ട് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതിന്റെ ഏറ്റവും വലിയ കാര്യം, ഇന്നലെ മാർക്കറ്റ് തകരാനുള്ള ഏറ്റവും വലിയ കാര്യം, ക്രൂഡ് ഒരാഴ്ച കൊണ്ട് 17% ക്രൂഡിന്റെ പ്രൈസ് കയറുകയെന്ന് വെച്ചാൽ ഇതിനോടൊപ്പം തന്നെ സപ്ലൈ ഡിസ്ട്രപ്ഷൻസ് മിഡിൽ ഈസ്റ്റിൽ, ഇത് രണ്ടും വലിയ ഫാക്ടറായിട്ടാണ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള കാര്യം. നമ്മൾ എക്സ്ട്രീംലി കെയർഫുൾ ആവും എന്നുള്ളതാണ്, എസ്പെഷ്യലി ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച്. ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചൊന്നും ഇന്നലെ ഞാൻ ഒരു ട്രേഡ് പോലും എടുത്തിട്ടില്ല. കാര്യം ഇന്നലത്തെ എന്താ പറയുന്നത്, ഒരു ഫ്ലാഷ് ഓഫ് എ ഫ്രൈങ് പാൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് നമുക്ക് അറിയാൻ സാധിക്കും ഇന്നലത്തെ മാർക്കറ്റ്. അതുകൊണ്ടൊക്കെയാണ് ട്രേഡ്സിൽ അറ്റൻഡ് ചെയ്യാറുന്നത്. എപ്പോഴൊക്കെ സിറ്റുവേഷൻ വളരെ വീക്കാവുന്നു, നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ലെവലിലേക്ക് സിറ്റുവേഷൻ പോകുന്നു, ബെറ്റർ ഡോണ്ട് ട്രേഡ്. നമ്മൾ മാറിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആസ് എ ഷോർട്ട് ടൈം ട്രേഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. സോ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലത്തെ US പ്രഷർ സോഫാർ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് എങ്ങനെ ഇമ്പാക്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മുൻവിധികളൊന്നും വേണ്ട, തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം. ഏഷ്യൻ മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ, സോഫാർ സ്റ്റാർട്ടിംഗ് ആയിട്ടില്ല. മേ ബി വിത്തിൻ നെക്സ്റ്റ് 10-15 മിനിറ്റ്സിൽ ഏഷ്യൻ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും.